റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത, ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച എണ്ണ അമേരിക്ക മേടിക്കുന്നു എന്നാണ്. അങ്ങനെയുണ്ടോ സാറേ? അങ്ങനെയുണ്ട്. അതായത് ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസിൻ്റെ എണ്ണ ശുദ്ധീകരണശാലയുണ്ടല്ലോ, ആ എണ്ണ ശുദ്ധീകരണശാലയിൽ നിന്ന് വൻതോതിൽ അമേരിക്ക ശുദ്ധീകരിച്ച എണ്ണ വാങ്ങുന്നു എന്ന് കണക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതായത് ജാംനഗറിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ, ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനമാണ് അമേരിക്കയ്ക്കുള്ളത്. ചെറിയ തോതിലൊന്നുമല്ല. അപ്പോൾ അവിടെ നിന്ന് UAE, സിംഗപ്പൂർ ഒക്കെ ശുദ്ധീകരിച്ച എണ്ണ വാങ്ങുന്നുണ്ട്. അതായത് അമേരിക്ക 84 ലക്ഷം ടൺ ശുദ്ധീകരിച്ച എണ്ണ 2025 ജൂലൈ വരെ വാങ്ങിച്ചതായിട്ടാണ് കണക്കിൽ പറയുന്നത്. എത്ര? 84 ലക്ഷം ടൺ. 2025 ഇതുവരെ $1.4 ബില്യൺ എണ്ണ അമേരിക്ക ജാംനഗറിലെ റിലയൻസ് ശുദ്ധീകരണശാലയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ 14% കൂടുതലാണ്. അപ്പോൾ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം ഓരോ കൊല്ലം വാങ്ങുന്നുണ്ടല്ലോ. 2024 വാങ്ങിയതിനേക്കാൾ 14% കൂടുതലാണ് 2025. ഇപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയാൽ തന്നെ, ഈ വർഷം തീർന്നില്ലല്ലോ, സാമ്പത്തിക വർഷമല്ലേ നോക്കുന്നത്, മാർച്ച് വരെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ജാംനഗറിൽ നിന്ന്, ഇപ്പോൾ ഈ വാങ്ങുന്നതിൽ 4 നമ്മൾ പറഞ്ഞല്ലോ, പക്ഷേ ഏറ്റവും വോളിയം എടുത്താൽ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിച്ച എണ്ണ ജാംനഗറിലെ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് വാങ്ങിക്കുന്നത് അമേരിക്കയാണ്, വോളിയം എടുക്കുമ്പോൾ എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രഷറി സെക്രട്ടറി അമേരിക്കയുടെ സ്കോട്ട് ബെസന്റ് കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിൻ്റെ ബിസിനസ് സെഗ്മെൻ്റ് ഉണ്ടല്ലോ, അതിൽ സംസാരിച്ചപ്പോൾ അങ്ങേരും മുമ്പ് ഇന്ത്യയാണ് ഫിനാൻസ് ചെയ്യുന്നത് യുക്രൈൻ യുദ്ധത്തിന് റഷ്യയ്ക്ക് പൈസ കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങേര് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്, ഒരു എന്താ പറയുക, മനോവൈകൃതമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. യൂറോപ്യൻ രാജ്യങ്ങൾ ശുദ്ധീകരിച്ച എണ്ണ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നു, റഷ്യൻ എണ്ണ. മനസ്സിലായില്ലേ? അതെ. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച റഷ്യൻ എണ്ണ വാങ്ങുന്നത് മനോവൈകൃതമാണ് എന്ന് സ്കോട്ട് ബെസന്റ് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നോക്കിയത്, റഷ്യൻ എണ്ണ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയും വാങ്ങുന്നുണ്ടോയെന്ന്. അമേരിക്ക വാങ്ങുന്നുണ്ട്. അപ്പം മനോവൈകൃതത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തുല്യമാണ്. ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ എന്ന് പറഞ്ഞ പോലെ, ഒരേ തൂവൽ പക്ഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ചെറിയ വിലയ്ക്ക്, ചീപ്പ് വിലയ്ക്ക് എണ്ണ വാങ്ങി ശുദ്ധീകരിച്ചത് യൂറോപ്പിലേക്ക് കൊടുക്കുന്നു എന്നാണ് ഇങ്ങനെ ആരോപണമായിട്ട് പറഞ്ഞത്. ഇല്ലെന്നേ, നമ്മൾ അമേരിക്കയ്ക്കും കൊടുക്കുന്നുണ്ട്, അമേരിക്കയ്ക്കും പണി കൊടുക്കുന്നുണ്ട്. ഇത് ട്രംപ് എന്താ പറയാത്ത? അത് മിണ്ടാതെ ഒടുക്കി വെച്ചിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയും വാങ്ങിക്കുന്നുണ്ട്, ഇതെന്താ പറയാത്ത? അപ്പോൾ സംഗതി ശരിയാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച് ശുദ്ധീകരിക്കുന്ന എണ്ണയുടെ പ്രധാനപ്പെട്ട ഉപഭോക്താവാണ് യൂറോപ്പ്. നമ്മൾ ശുദ്ധീകരിച്ച എണ്ണയുടെ ഏതാണ്ട് 27% യൂറോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ചീപ്പായിട്ട് എണ്ണ മേടിച്ചിട്ട് നമ്മൾ കുറേ പൈസയൊക്കെ ഉണ്ടാക്കി നമ്മുടെ അടിസ്ഥാന സൗകര്യം, മിസൈൽ ഉണ്ടാക്കൽ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ ശുദ്ധീകരിച്ചിട്ട് കൂടുതൽ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും വിൽക്കുന്നുണ്ട്, അല്ലേ? ഇന്ത്യ ആരാ മോൻ ചോദിക്കേണ്ട അവസ്ഥയുണ്ട് ഇപ്പോൾ. അപ്പോൾ യൂറോപ്പ് പ്രധാനപ്പെട്ട ഉപഭോക്താവ്. ഡീസൽ നമ്മൾ യൂറോപ്പിലേക്ക് കയറ്റി അയക്കുന്നത്, ഡീസൽ, വിമാന ഇന്ധനം, ഏവിയേഷൻ ഫ്യൂവൽ, ഗ്യാസലിൻ, പിന്നെ നാഫ്ത, മണ്ണെണ്ണ, കറസിൻ, ഇതൊക്കെ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ശുദ്ധീകരിക്കുന്നതിൻ്റെ 27%, ചില ഘട്ടങ്ങളിൽ 40%,
കയറ്റി അയച്ചതായിട്ട് രേഖകളുണ്ട്. നമ്മൾ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി, എണ്ണ കയറ്റുമതി ശുദ്ധീകരിച്ചത്, റഷ്യൻ എണ്ണയുടെ ശുദ്ധീകരിച്ചത്, അത് കുറയല്ല ചെയ്യുന്നത്, കൂടിക്കൊണ്ടുവരികയാണ് 2022 ശേഷം. അതായത് കഴിഞ്ഞ 11 മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശുദ്ധീകരിച്ച എണ്ണ യൂറോപ്പിലേക്ക് അയച്ചത് കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ 41%. ഇന്ത്യയിൽ ശുദ്ധീകരിച്ച റഷ്യൻ എണ്ണയുടെ 41% യൂറോപ്പിലേക്കാണ് അയച്ചത്. 2023 നമ്മൾ മൊത്തം ശുദ്ധീകരിച്ചതിൻ്റെ 15% യൂറോപ്പിലേക്ക് അയച്ചു. അതായത് യൂറോപ്പ് ഉപയോഗിച്ച 15% ഇന്ത്യയിൽ നിന്നുള്ളതായിരുന്നു. 2024 ഒടുവിൽ യൂറോപ്പിലേക്ക് കഴിഞ്ഞ കൊല്ലം ഒടുവിൽ ഡിസംബറൊക്കെ ആകുമ്പോൾ 27% ശുദ്ധീകരിച്ച എണ്ണ യൂറോപ്പിലേക്ക് അയച്ചു. നമ്മൾ പ്രധാനമായിട്ട് അയക്കുന്നത് നെതർലാൻഡ്സിലേക്കാണ്. നെതർലാൻഡ്സാണ് ഹബ്ബ് നമ്മൾ കയറ്റി അയക്കുന്നതിൻ്റെ. അവിടുന്ന് പല സ്ഥലത്തേക്കും പോകുന്നുണ്ടാവും. ആ തുറമുഖത്തേക്കാണ് നമ്മുടെ ആദ്യം പോകുന്നത്. സ്പെയിൻ, റൊമാനിയ ഒക്കെ നമ്മുടെ ഇന്ന് ധാരാളം ശുദ്ധീകരിച്ച റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ട്. നെതർലാൻഡ്സ് ഇതിൻ്റെ ഒരു ഹബ്ബാണ്. ഡീസൽ 2022 മുതൽ നമ്മൾ കയറ്റുമതി കൂടിയിട്ടുണ്ട്. ഡീസലാണ് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത്, ശുദ്ധീകരിച്ചത്. നമ്മൾ ക്രൂഡ് ഓയിൽ മേടിച്ച് ശുദ്ധീകരിച്ച് ഡീസൽ കയറ്റി അയക്കുന്നു കൂടുതലായിട്ട്. 2023-24 യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ സപ്ലയർ ഇന്ത്യയായിരുന്നു. ഉപരോധം വന്നല്ലോ റഷ്യക്കെതിരെ. അമേരിക്കയുടെ ഉപരോധം വന്നു. അമേരിക്ക യൂറോപ്പിനെയും പിടിച്ചിട്ടു. പിന്നെ വേറെ സപ്ലയർ വേണ്ടേ, എണ്ണ കൊടുക്കണ്ടേ യൂറോപ്പിന്. അപ്പോൾ നമ്മൾ വലിയ സപ്ലയറായി. റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിന് പകരം ഇങ്ങനെ. അപ്പോൾ നമുക്ക് അതിനകത്തോടെ ലാഭം ഉണ്ടായി, നല്ല ലാഭം. നമുക്ക് ഒരു $60 കിട്ടുന്നില്ല. അതെ, നമ്മൾ എത്രയ്ക്കാണ് വിൽക്കുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ചില കണക്കുകൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ന്യൂസിലൻഡിലെ നെതർലാൻഡ്സിലെ റോട്ടർഡാം തുറമുഖത്തേക്ക് എണ്ണ അയക്കുന്നു. പ്രധാനപ്പെട്ട ഹബ്ബ് റോട്ടർഡാം ആണ് നമ്മുടെ. നമ്മൾ ഈ യൂറോപ്പിലേക്കുള്ള എണ്ണ കയറ്റുമതിയിൽ സൗദിയെ വെട്ടിച്ചു. സൗദി ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമല്ലേ, അതിനെ നമ്മൾ വെട്ടിച്ചു. നമ്മൾ വലിയ എണ്ണ ഉൽപ്പാദന രാജ്യം അല്ലെങ്കിലും റഷ്യയിൽ നിന്ന് എണ്ണ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ വലിയ മുന്നേറ്റം നടന്നു. അതെ, സൗദിയെയും വെട്ടിച്ചു. 2024 ആദ്യ 3 ക്വാർട്ടറുകളിൽ 58% നമ്മൾ കയറ്റി അയച്ചു റഷ്യൻ എണ്ണ ശുദ്ധീകരിച്ചിട്ട്. 2022 ഡിസംബറിലാണ് റഷ്യക്കെതിരെ ഉപരോധം വന്നത്, മറ്റേ യുക്രൈൻ ആക്രമിച്ച ശേഷം. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു പ്രൈസ് ക്യാപ്പ് ഏർപ്പെടുത്തി. അതായത് ഊർജ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഇതിൽ കുറച്ച് വിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പരിധി ഏർപ്പെടുത്തി. അപ്പോഴാണ് റഷ്യ ചെറിയ വിലയ്ക്ക് നമുക്കും ചൈനയ്ക്കും ഒക്കെ, ചൈനയും ഇന്ത്യ ആണല്ലോ ഏറ്റവും വലിയ ഉപഭോഗ രാജ്യങ്ങൾ. അപ്പോൾ ഇന്ത്യ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് സപ്ലയർ ആയി യൂറോപ്പിൻ്റെ. നമ്മൾ 1% നിന്ന് 40% റഷ്യയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. നമ്മൾ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത് 1% മാത്രമാണ് നമ്മുടെ മൊത്തം ഉപഭോഗത്തിൻ്റെ. അതിപ്പോൾ 40%. ജാംനഗറിൽ നിന്ന് നമ്മൾ ശുദ്ധീകരിച്ച എണ്ണ യൂറോപ്പിലേക്ക് അയക്കുന്നു, അമേരിക്കയിലേക്കും അയക്കുന്നു. പിന്നെ വാദിനാർ ഗുജറാത്തിലാണ് വാദിനാറും. പിന്നെ മാംഗ്ലൂർ റിഫൈനറീസിൽ നിന്ന് അയക്കുന്നു. ഇതാണ് ഈ 58% മാംഗ്ലൂരിൽ നിന്നുള്ളത് ശുദ്ധീകരിച്ച റഷ്യൻ എണ്ണ യൂറോപ്പിലേക്കാണ്. വാദിനാറിൽ ഉള്ള ശുദ്ധീകരണശാല റഷ്യയുടെ ഭീമൻ റോസ് നെഫ്റ്റുമായിട്ട് സഹകരിച്ചിട്ട്, റോസ് നെഫ്റ്റിന് അതിൽ ഓഹരിയുണ്ട്, വലിയ ഓഹരിയുണ്ട് വാദിനാർ ശുദ്ധീകരണശാലയിൽ. മാംഗ്ലൂരിലെ ശുദ്ധീകരണശാല ONGCയുടെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമാണ്. അത് യുദ്ധത്തിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് 1,54,000 ബാരൽ ആണ് ഒരു ദിവസം കയറ്റി അയച്ചിരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്.
യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് 1,54,000 ബാരൽ ഒരു ദിവസം ആണ് യൂറോപ്പിലേക്ക് കയറ്റി അയച്ചിരുന്നത്. ഇപ്പം അത് ഇരട്ടിയാണ്. 1,54,000 എന്നുള്ളത് ഇരട്ടിയായി. അതെ, എന്ന് പറയുമ്പോൾ 3 ലക്ഷം ബാരൽ ഒരു ദിവസം നമ്മളിപ്പോൾ കയറ്റി അയക്കുന്നുണ്ട് യൂറോപ്പിലേക്ക്. അപ്പോൾ ആ രാജ്യങ്ങൾ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്ത്യയാണ്. റഷ്യക്ക് പകരമുള്ള സപ്ലയറായിട്ട് ഇന്ത്യ വന്നു. അപ്പോൾ റിലയൻസ് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ കയറ്റി അയക്കുന്നത് 3% അവരുടെ മൊത്തം ശുദ്ധീകരിച്ച എണ്ണയുടെ. അതിപ്പോൾ 50% ഒറ്റയടിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഫിൻലൻഡിൽ ഒരു പ്രധാനപ്പെട്ട ഏജൻസിയുടെ കണക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. CREA എന്ന് പറയുന്നത്, സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ, അവരുടെ കണക്കാണ് ഈ പറയുന്നത്. 2025 ആദ്യത്തെ 7 മാസം റിലയൻസ് 18.3 മില്യൺ ടൺ ക്രൂഡ് ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ റിലയൻസ് വാങ്ങിച്ചു റഷ്യയിൽ നിന്ന്. ഈ കൊല്ലത്തെ ആദ്യത്തെ 7 മാസം 18.3 മില്യൺ ടൺ ക്രൂഡ് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചു. 64% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റി അയക്കുന്നത് കൊണ്ടാണ്. $8.7 ബില്യൺ ക്രൂഡാണ് റിലയൻസ് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഇന്ത്യൻ കറൻസിയിൽ പറയാം 77,186 കോടി രൂപ. ഇതാണ്. അപ്പോൾ അമേരിക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള റഷ്യൻ എണ്ണ അവർ വാങ്ങുന്നുണ്ട്. അതെന്തുകൊണ്ട് നിർത്തുന്നില്ല? അപ്പോൾ മോദി ശരിക്കും പറയാം ട്രംപിനിട്ടൊരു താങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഇത് നമ്മൾ നന്നായിട്ട് പണിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിവരമൊക്കെ മോദിക്കും അറിയാം, ട്രംപിനും അറിയാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.